കേരളത്തിൽ ഓരോ ദിവസവും സംഭവിക്കുന്നത് നിരവധി ചികിത്സാ പിഴവുകളാണ്. ഇത്തരത്തിൽ ജീവൻ വരെ നഷ്ടപ്പെട്ടവരുണ്ട്. ഇപ്പോഴത്തെ കാൽമുട്ടിലെ വേദനയ്ക്ക് ചികിത്സ തേടി തൃശൂർ മെഡിക്കൽ കോളേജിലെത്തിയ യുവാവിന്റെ 2 കൃഷ്ണമണികളും രോഗിയെയോ ബന്ധുക്കളെയോ അറിയിക്കാതെ നീക്കം ചെയ്തതായി പരാതി. ഈ ഒരു സംഭവം ഞെട്ടിപ്പിക്കുന്നതാണ്. തൃക്കൂർ സ്വദേശി സനൂപും അമ്മ വത്സലയുമാണ് ചികിത്സാ പിഴവിനെതിരെ നീതി തേടി രംഗത്തെത്തിയത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം കണ്ണിന്റെ കെട്ടഴിച്ചപ്പോഴാണ് കൃഷ്ണമണികൾ നീക്കം ചെയ്ത വിവരം കുടുംബം അറിയുന്നത്. ആരോഗ്യ കേരളത്തിന്റെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഈ ക്രൂരതയ്ക്ക് കൃത്യമായ ചികിത്സാ പിഴവുണ്ടെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. ടൈൽസ് പണിക്കാരനായ സനൂപ് കാൽമുട്ടിലെ വേദന സഹിക്കവയ്യാതെയാണ് ആശുപത്രിയിലെത്തിയത്. ബൈക്ക് ഓടിച്ചാണ് സനൂപ് അന്ന് ചികിത്സയ്ക്കായി എത്തിയത്. എന്നാൽ ട്രിപ്പിനായി കയ്യിൽ കനൂല ഇട്ടതോടെ നീരും തടിപ്പും അനുഭവപ്പെടുകയായിരുന്നു. ഇത് നഴ്സുമാരെ അറിയിച്ചെങ്കിലും അവഗണിച്ചുവെന്നും തുടർന്ന് അണുബാധ മൂർച്ഛിച്ച് ഐസിയുവിലേക്ക് മാറ്റുകയായിരുന്നുവെന്നും സനൂപ് പറയുന്നു. അക്ഷരാഭ്യാസമില്ലാത്ത അമ്മയിൽ നിന്ന് സമ്മതപത്രം ഒപ്പിട്ട് വാങ്ങിയ ശേഷമായിരുന്നു ശസ്ത്രക്രിയ. ഫംഗസ് ബാധിച്ചതിനാൽ കൃഷ്ണമണികൾ നീക്കം ചെയ്തു എന്നായിരുന്നു പിന്നീട് ആശുപത്രി അധികൃതർ നൽകിയ വിശദീകരണം. ശസ്ത്രക്രിയയ്ക്ക് ശേഷം സനൂപിനെ നിർബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്തതായും സ്വയം ആവശ്യപ്പെട്ട പ്രകാരമാണ് ഡിസ്ചാർജ് എന്ന കള്ളരേഖയുണ്ടാക്കിയതെന്നും കുടുംബം പറയുന്നു. ഇതിനു പുറമെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞപ്പോൾ ഡോക്ടർ കൈക്കൂലി വാങ്ങിയതായും അമ്മ വത്സല വെളിപ്പെടുത്തി. ക്ലിനിക്കിലെത്തി 1500 രൂപ നൽകിയ ശേഷമാണ് ഡോക്ടർ സനൂപിനെ പരിശോധിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സംഭവം വിവാദമായതോടെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മന്ത്രി കെ രാജൻ റിപ്പോർട്ട് തേടുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ആർക്കെതിരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. കുറ്റക്കാർ സ്ഥലം മാറിപ്പോയെന്ന മറുപടിയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്നത്. കോവിഡ് ബാധിച്ച് ഭാര്യ മരിച്ചതോടെ മകനെയും പ്രായമായ മാതാപിതാക്കളെയും പോറ്റുന്ന ഏക വരുമാനമായിരുന്നു സനൂപ്. ഇപ്പോൾ അന്ധനായി മാറിയ സനൂപിനെ പരിചരിക്കാൻ 64-കാരിയായ അമ്മ വീട്ടുജോലിക്ക് പോകേണ്ട അവസ്ഥയിലാണ്. കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് ഇവരുടെ ആവശ്യം. തുടർച്ചയായി കേരളത്തിൽ ഉണ്ടാകുന്ന ഇത്തരം നടപടികൾക്ക് ഒരു കുറവുമില്ലാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ സനൂപിന്റെ ഈ ഒരു ആരോപണവും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടി തന്നെ സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ഈ ഒരു സംഭവം ഞെട്ടിപ്പിക്കുന്നതാണ്. തൃക്കൂർ സ്വദേശി സനൂപും അമ്മ വത്സലയുമാണ് ചികിത്സാ പിഴവിനെതിരെ നീതി തേടി രംഗത്തെത്തിയത്.